ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ അവിടെ ഒരു അടിപൊളി സ്ഥലം ഉണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടെ ഇതാണ് അവിടുത്തെ വയൽ. അവിടെ കുറേ വാഴകളും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് റോഡാണ്. നെൽകൃഷി കൊയ്ത്ത് കഴിഞ്ഞ് പാടന്ന് കെട്ടിക്കില്ലേ, അതാണിതിപ്പോൾ. ഇത് ഇപ്പോൾ നമ്മൾ നേരെ പോണ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞ. അത് അവിടെയൊക്കെ ഉണ്ട്, അവിടെ കണ്ടില്ലേ പശുക്കൾ ഉള്ള ആ ഭാഗത്ത് നിറച്ചും ഈ കൊയ്ത്ത് കഴിഞ്ഞ വയലിൻ്റെ പുല്ലൊക്കെയാണുള്ളത്. പിന്നെ ഇവിടെയാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം. അവിടെ എല്ലാവരും കുളിക്കാനൊക്കെ വരും. അവിടെയാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ നല്ല രസമാണ്. പുഴയിലാണ് ഞങ്ങൾ എന്നും ഇവിടെ നിന്ന് കളിക്കുക. അപ്പോൾ താഴേക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ല ആഴുണ്ട് പുഴയ്ക്ക്. ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആഴുണ്ട്. പിന്നെ വരുന്നത് മഴക്കാലമായ പുഴയത്തെ വെള്ളം ഇവിടെ വരെയൊക്കെ കയറലുണ്ട്. ഞങ്ങൾ മഴക്കാലമായ ഇങ്ങോട്ട് വരും. ഇവിടെ കയറുന്ന വെള്ളത്തിൽ കളിക്കാനും പിന്നെ അവിടെയുള്ള വെള്ളത്തിൽ കളിക്കാനും. പിന്നെ അവിടെ ഈ ചെക്ക് ഡാമിൻ്റെ അപ്പുറത്ത് ഒരു പുഴയാണ്. അവിടേക്ക് ഇതിൻ്റെ പകുതിയോളം ഉള്ളു വെള്ളം. അവിടെ ഇറങ്ങാൻ നല്ല രസമാണ്. പിന്നെ പോകുന്നത് ഇത് കട്ടയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുഴയിലെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇറങ്ങിയാണ്. ഇവിടെ പിന്നെ എന്താ പറയണ്ടത്, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, അതാണത്. പിന്നെ ഇവിടെ ഞങ്ങള് ഇതാക്കുന്ന പുഴയും കളിക്കുന്ന പുഴയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഞങ്ങൾ ഇറങ്ങുന്ന ഒരു പുഴയുണ്ട്. ഇത് അരയോളുണ്ട് പുഴ. അവിടെ അങ്ങോട്ട് പോയാൽ കുറേ ഉണ്ടാവും. അപ്പോൾ ഈ സ്ലാബ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പലകെട്ട് അടയ്ക്കും ഇത് മുഴുവൻ. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ഇതാണ് വെള്ളമാണ്. ഇവിടെ നിറച്ചും. ഇപ്പോൾ എൻ്റെ അനിയൻ ഇവിടെ വെള്ളത്തിൽ കളിക്കുക. അപ്പോൾ ബാക്കി അപ്പോൾ ഇവിടെ വേനലാകുമ്പോൾ ഇവിടെ ഫുള്ള് പലകെട്ട് അടയ്ക്കും. കാരണം ഇവിടെ വേനലാകുമ്പോൾ പലകെട്ട് അടിക്കുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളം. അടുത്ത മാസം പലകെട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കളിക്കാം. നല്ല രസം ഇവിടെ കളിക്കാൻ. ഇപ്പോഴും കളിക്കാൻ നല്ല രസമാണ്. പലകെട്ട പിന്നെ അവിടെ അപ്പുറത്ത് ഫുള്ള് വെള്ളം ഇതായിട്ട് പിന്നെ കൃഷിക്കൊക്കെയാണ് എടുക്കുക വെള്ളം. അങ്ങനെയാണ് ഇവിടെ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് വീണ് മേത്ത് മുഴുവൻ വെള്ളമായി.
ഇവിടെ നിറച്ചും വഴുക്കല, അതുകൊണ്ട് അതിന് എങ്ങനെയാണ് പോയി അതിന് വീണ്ടും ചെയ്ത്. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഇതും പിന്നെ അതുമാണ്. ഇവിടെ പിന്നെയും കളിക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ ഇവിടെ രസമാണ് കളിക്കാൻ. പിന്നെ അപ്പുറത്തെ കുറേ ആൾക്കാർ കളിക്കുക വെള്ളത്തിൽ. പിന്നെ അവിടെ ഒരു തോണിയൊക്കെ ഉണ്ട്, പലകയും കൊണ്ട് പണ്ട് ഉണ്ടാക്കുന്ന തോണിയാണ് പലകയും കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ പോയിട്ടില്ല, എൻ്റെ ഉപ്പ പോയിക്കണമെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ ഇത് നല്ലൊരു പ്ലേസാണ്. പിന്നെ മുകളിൽ എന്തൊക്കെയോ ഒരു മരമുണ്ട്, എനിക്ക് അതിൻ്റെ പേരറിയില്ല, എന്തോ ഒരു മരമാണ് അത്, വാഗ, ഒരു നല്ല മരമാണ്. പിന്നെ അതവിടെ വാഴത്തോട്ടം, അങ്ങനെ അതവിടെ ഇവിടെ ഫുള്ള് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങോട്ട് നമുക്ക് കാണാം, അതിനിടയിൽ കൂടെ ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഈ കൃഷി ഇവിടെ ഞാൻ കാണിച്ചെന്ന കൊഴുത്തിന് വയലില്ല, അതിൽക്കൂടെ നടക്കാനും നല്ല രസമാണ്. ഇവിടെ നടന്ന് ഞങ്ങളെ അപ്പുറത്തുള്ള റോഡ് കയറിയില്ല, അവിടെ ഞങ്ങൾ കയറിയിട്ടുണ്ട്, എൻ്റെ അനിയനും എൻ്റെ ഉപ്പയും ഞാനും കൂടെ. ഹലോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വീട് കണ്ടിട്ടാണ്, ഇപ്പോൾ ഞാൻ വെള്ളത്തിൽ കളിച്ചായിരുന്നു കരയാണ്. അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോവാം. അപ്പോൾ ഞാൻ ഈ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഉപ്പ പോയ സ്ഥലം കാണിച്ചത്. അപ്പോൾ ഇവനും ഇത്രയും വലിയ മരമാണ് ഞാൻ പറഞ്ഞത്, മറ്റേ എനിക്കറിയില്ല എന്ന് പറഞ്ഞ മരം. പിന്നെ അവിടെ ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട് അവിടെ. പിന്നെ ഈ കൂടെ പോയ ഇവിടെ കുറേ ആൾക്കാർ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ കൂടെ ഇറങ്ങി നടക്കാൻ നല്ല രസം. ഈ കൂടെ ഇത് കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇതാണ് മറ്റേ ഞാൻ വീണ സ്ഥലം ഇതാണ്. ഇവിടെയൊക്കെ നല്ല രസം ഈ കൂടെ നടക്കാൻ. ഓല് വരില്ല, പക്ഷെ ഞാൻ പോവാണ്. ഇതാ ഞാൻ പറഞ്ഞ വെള്ളം. ഇവിടെ നല്ല രസമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഇതൊക്കെ ഇവിടെ കൃഷിയൊക്കെ അവിടെയാണ്, വാഴ കൃഷി. പിന്നെ അവിടെ മറ്റേ എന്തിൻ്റെ ഒരു കൃഷിയാണ്, എനിക്ക് മനസ്സിലാക്കില്ല അത് എന്തിൻ്റെ കൃഷിയാണെന്ന്. അപ്പോൾ അത് കൃഷി എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ കുറേ വള്ളിയൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ ഈ കൂടെ വരുമ്പോൾ ഇത് കൂടെ ഒക്കെ പോകാൻ പറ്റും. ഇവിടെ മോട്ടറൊക്കെ ഉണ്ട്. പിന്നെ ഈ ഇതൊക്കെയാണ് ഇവിടെ പലക ഇട്ടിട്ട് വെള്ളം നിറയ്ക്കുമ്പോൾ അങ്ങോട്ടൊക്കെയാണ് അടിക്കുക. പിന്നെ ഈ കൂടെ പോകുമ്പോൾ നല്ല രസമാണ്. ഇവിടെ ചായക്കടയൊക്കെ ഉണ്ട്, ഇന്ന് ലീവാണ് ചായക്കട. പിന്നെ അവിടെ കൊക്കുകളൊക്കെ ഉണ്ട്, അതാ പശുവിൻ്റെ അടുത്ത് കണ്ടോ, 2 കൊക്കുകളുണ്ട്. പ്ലാന്റ് കണ്ടിട്ടുണ്ടോ? ഇതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്. ഇവിടെ ബട്ടർഫ്ലൈ ഇരിക്കലുണ്ട്. ഇന്ന് ഇവിടെ ഒന്നും കാണുന്നില്ല, ഉണ്ടാവും എവിടെയെങ്കിലും. ഗൈസ്, അപ്പോൾ നിങ്ങൾ തുമ്പച്ചെടി കണ്ടിട്ടുണ്ടോ? ഇതങ്ങനെയാണ് തുമ്പച്ചെടി. ഇത് മെഡിസിനായിട്ടും യൂസ് ചെയ്യും. പിന്നെ ഓണത്തിനൊക്കെ അത്തമത്സരത്തിന് ഇത് പ്രധാന പൂവാണ്. അപ്പോൾ എനിക്ക് ഈ പൂ കാണാനും ഇഷ്ടമാണ്. പിന്നെ അവിടെ ഇങ്ങനെ പുഴ. ഞാൻ കയറുന്ന മഴയാണ്, ഇവിടെ ഇരിക്കാൻ പറ്റും. കാണിച്ചു തരാം. ഞാൻ ഇരിക്കുന്നത് ഇങ്ങനെ കാറ്റുള്ളപ്പോൾ നമ്മൾ കുറേ ഇവിടെ ഇരുന്ന് കളിക്കും, വർത്താനം പറയും. ഇതിനൊന്നും പേരറിയില്ല, ഇതൊക്കെ വെറൈറ്റി ചെടിയല്ല, ഇത് ഒറിജിനൽ പ്ലാസ്റ്റിക് ഒന്നുമല്ല. പിന്നെ ഇതും അങ്ങനെ എനിക്ക് ഇതിൻ്റെ ഒന്നും പേരറിയില്ല. പിന്നെ എനിക്ക് കണ്ടിട്ട് മുല്ലാൻ്റെ തോന്നി, പക്ഷേ മുല്ലയല്ല, മുല്ല വള്ളിച്ചെടി ആയതുകൊണ്ട്. ഇത് വള്ളിച്ചെടിയല്ല, ഇത് മുല്ലമാരി എനിക്ക് തോന്നി, പക്ഷേ അത് മുല്ലയല്ല. അതിന് ഇനിയാണ് ഒരു ഡേഞ്ചർ സാധനത്തിന് കാണിച്ചു തരാൻ പോവുക. റോഡ് വീലർ. ഇതാണ് ആ സാധനം, റോഡ് വീലർ. ഡോറ എന്നാണ് എൻ്റെ പേര്. ഡോറ സ്റ്റേ. ഇതാണ് റോഡ് വീലർ, ഇതിൻ്റെ പേര് ഡോറ എന്നാണ്. ഇത് മറ്റേ ആർമികളൊക്കെ യൂസ് ചെയ്യുന്നൊരു പട്ടിയാണ്.
കുറച്ച് ഡേഞ്ചറാണ് ഈ പട്ടി. ഇതിന് ഇതൊക്കെ വാങ്ങണമെങ്കിൽ ലൈസൻസ് ഒക്കെ വേണം. അങ്ങനെ ഞങ്ങൾ പപ്പേൻ്റെ വീട്ടിലെത്തി. ഇത് ആത്തച്ചക്കയാണ്. ഇതൊന്നും പഴുത്തിക്കില്ല. പഴുത്ത ഞങ്ങൾ തിന്നത് ചിക്കു മൂപ്പ് അയക്കില്ല. പിന്നെ ഇത് പോമോഗ്രാനറ്റിൻ്റെ ചെടി. ഇത് ലെമൺ. ഇതൊരു വെറൈറ്റി ചെടിയാണ്, പക്ഷേ ഇതിൻ്റെ പേരറിയില്ല. ഇത് കൊന്ന. ഇത് അറിയില്ല, പക്ഷെ നല്ല രസമാണ് കാണാൻ. ഇത് കാന്താരി, നിശാഗന്ധി. രാത്രിയാണ് അത് പോക്കുക, നിശാഗന്ധി. പിന്നെ ഇതിൻ്റെ ഒന്നും എനിക്ക് പേരറിയില്ല. ഇതൊക്കെ വെറൈറ്റി ചെടികളാണ് അവിടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഷെയ്ൻകാക്കാൻ്റെ അക്കോറിയാണ്. ഇത് 3 എണ്ണം ഉണ്ട്. ഒന്ന് ചെറുതും വലുതും അങ്ങനെയാണ്.